നമസ്കാരം. മലയാളം 104.6 FM-ലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം. ജൂൺ 23 ഞായറാഴ്ച മുതൽ 29 ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായി വിദേശത്തെത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. വരവും ചെലവും തുല്യമായിരിക്കുവാനും സാധ്യതയുണ്ട്. കാർത്തികയുടെ ഒടുവരുത്ത 3 പാദം, രോഹിണി, മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിസ്സാര ചികിത്സകളാൽ രോഗവിമുക്തി വന്ന് ഉദ്യോഗത്തിൽ പുനർനിയമനം നേടും. പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ തീരുമാനിക്കും. കുടുംബസമേതം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനും യോഗമുണ്ട്. മകയിരത്തിന്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മേലധികാരികളുടെ അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കുവാൻ തീരുമാനിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പിന്മാറി വിതരണ, വിപണന മേഖലയിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാകുന്നത് വഴി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും സാമ്പത്തിക വരുമാനത്തിന് യോഗമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ തൊഴിൽ മേഖലകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ഫലപ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. പഠിച്ച വിദ്യയോടനുബന്ധം ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുണർദത്തിന്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും യോഗമുണ്ട്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ സാധ്യതയുണ്ട്. ഗർഭിണികൾക്ക് ഈ ആഴ്ചയിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. ഔദ്യോഗിക ചുമതലകൾ ചെയ്തു തീർത്ത് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. 6 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് കരാർ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും പ്രവർത്തന തലങ്ങൾ തുടങ്ങി വയ്ക്കുവാനും സാധ്യതയുണ്ട്. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്യോഗത്തിനോടനുബന്ധമായി ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. വികസ്വര രാജ്യത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുവാൻ സാധ്യതയുണ്ട്. ബഹുമുഖ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ശീലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണ
നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് നിർദ്ദേശങ്ങൾ നൽകുവാനും ഒരുപക്ഷെ ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കുവാൻ സാധ്യതയുണ്ട്. ഉത്രത്തിന്റെ ഒടുവിലത്തെ 3 പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും വന്നു ചേരുവാനിടയുണ്ട്. പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ആചാര മര്യാദകൾ പാലിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും അതിലുപരി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ വിജയം കൈവരിക്കുവാനും യോഗമുണ്ട്. ചിത്രയുടെ ഒടുവിലത്തെ 2 പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാൻ ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥ വന്നു ചേരുന്നത് വഴി ഏതൊരു വിഷമഘട്ടങ്ങളെയും അതിജീവിക്കുവാനുള്ളൊരു ആത്മവിശ്വാസം ആർജിക്കുവാൻ സാധ്യതയുണ്ട്. ജനസ്വാധീനം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുവാനിടവരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമായി പര്യവസാനിപ്പിക്കുവാൻ സാധിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്തത് വഴി പുനഃപരീക്ഷയ്ക്ക് തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. നാഡീ നീർദോഷ രോഗപീഠകൾക്ക് ആയുർവേദ പ്രകൃതി ചികിത്സകൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. വിശാഖത്തിന്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തികമായ പുരോഗതിക്ക് യോഗം കാണുന്നു. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശപ്രകാരം പുതിയ തൊഴിൽ മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. നീതിപൂർവമുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടവരും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും യോഗമുണ്ട്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ഇനി ഒരു വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നിയന്ത്രണം വേണ്ടിവരും എന്ന ആശയം അവലംബിക്കാനിടവരും. മേലധികാരികളുടെ നിർബന്ധത്താൽ ചില കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തത് അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവസരം വന്നു ചേരുവാനിടയുണ്ട്. നിലവിലുള്ള രാജ്യത്തിൽ ഉദ്യോഗ അവസരങ്ങൾ കുറവുള്ളതിനാലും ജീവിത ചെലവ് വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ടും മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് പരിശ്രമിക്കുവാനിടവരും. ഉത്രാടത്തിന്റെ ഒടുവിലത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട്. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇനി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി നേടും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനിടവരും. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൻ ഔഷധ രീതി അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. സങ്കീർണമായ ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ആർജവവും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. അവിട്ടത്തിന്റെ അവസാനത്തെ 2 പാദം,
ചതയം പൂരോരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി ദീർഘകാല വ്യാപാര വിപണന വിതരണ മേഖലകളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി സൽകീർത്തിയും ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. കഴിഞ്ഞ വർഷം നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരും. ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടവരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. പൂരോരുട്ടാതിയുടെ ഒടുവിലത്തെ പാദം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഇനി ഒരു വർഷത്തേക്ക് ദൂരദേശവാസം വേണ്ടി വരുവാനാണ് സാധ്യതയുള്ളത്. അമിത വേഗതയിലുള്ള വാഹനോപയോഗം ആവുന്നതും ഈ ആഴ്ചയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധിയും പിടിപെടുവാനിടയുള്ളതുകൊണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകുവാനിടയുണ്ട്. സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകുന്നത് വഴി മനോവിഷമം വന്നു ചേരുവാനിടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. നമസ്കാരം.